കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തുട്ടിയെയും തിരിച്ചറിയുന്നു. എന്നാൽ മനുഷ്യർ തങ്ങളുടെ സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് അല്പം ചിന്തിപ്പാൻ കർത്താവ് അവസരം തന്നു. മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതം വെറും പുല്ലിലെ പൂ പോലെയാണ്, നിഴൽ പോലെ മാത്രമാണ്. അതുപോലെ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കാണുന്ന ആവി പോലെ മാത്രമാണ്. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യനെ നിത്യനാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്ന വിവരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിപ്പാനിടയായി. അതിനെ തുടർന്ന് ഇന്ന് നമുക്ക് ചിന്തിപ്പാനായി യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 41. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. യേശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും മതി. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി വീണ്ടും നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്കെന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ ഹാളിൽ കൂടിയിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായും സ്തോത്രം. അതുകൂടാതെ സ്പീക്കറിൻ്റെ ശബ്ദത്തിൽ കൂടെ ഹാളിന് വെളിയിൽ കടകളിലും റോഡിലും അവിടെയായി നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കായും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളോടെല്ലാവരോടും നീ സംസാരിക്കുമാറാകണമേ. പാലായി പട്ടണത്തോട് നീ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഗ്രഹിക്കുവാൻ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. സുവിശേഷം വെളിപ്പെടാതെ വണ്ണം ആരുടെയെല്ലാം ഹൃദയങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ മധ്യത്തിലും വെളിയിൽ റോഡുകളിൽ നിൽക്കുന്നവരുടെയും ഇടയിൽ ആരുടെയെല്ലാം ഹൃദയത്തെ ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കി വച്ചിരിക്കുന്നു, ആ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയും അവരുടെ ഹൃദയം സത്യവചനം കേൾപ്പാൻ തക്കവണ്ണം തുറക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, നിൻ്റെ നാമം ഞങ്ങളുടെ മധ്യേ ഉയർത്തണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ യെശയ്യാവിനെ കുറിച്ച് പറയുന്നത്, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും കഥ പറയുവാനല്ല. യെശയ്യാവ് ദൈവത്തിൻ്റെ തേജസ് കണ്ട് അനുഭവിച്ചതുപോലെ എളിയവനാകുന്ന എനിക്കും ഈ വലിയവനായ ദൈവത്തിൻ്റെ തേജസ് അല്പമായി അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തോടുകൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നത്. യെശയ്യാവ് ദൈവത്തിൻ്റെ തേജസ് എപ്പോഴാണ് കണ്ടതെന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തിന് എഴുതിയിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചാലും, യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Isaiah chapter 6 verse 1 to 4. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തിനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ മതി. ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവിന് ദൈവത്തിൻ്റെ ആ ദർശനം, ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായി. ഉസിയ രാജാവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ
52 ദീർഘവർഷങ്ങൾ ഉസിയ രാജാവ് തൻ്റെ രാജ്യത്തെ രാജ്യഭരണം നടത്തി. ആരംഭത്തിൽ ദൈവഭയത്തോടുകൂടെ ഭരണം നടത്തിയിരുന്നതിനാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ രാജ്യത്തിന്മേലുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ധാരാളം അനുഗ്രഹം ഉണ്ടായിരുന്നു. തക്ക സമയത്ത് മഴ പെയ്യുകയും അതുപോലെ കൃഷികാര്യങ്ങളും എല്ലാം ഭംഗിയായി നടന്നപ്പോൾ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി ഉസിയാവിൻ്റെ രാജ്യമാകുന്ന ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലിയ അനുഗ്രഹവും നല്ലപോലെ സമ്പത്തും വർദ്ധിക്കുവാൻ ഇടയായി. ആരംഭത്തിൽ താൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. എന്നാൽ തൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതി കണ്ടുകൊണ്ട് ക്രമേണ താൻ ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ രാജ്യഭരണത്തിൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടുമാണ് ഞാൻ ഇത്രത്തോളം ഞങ്ങളുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിപ്പാൻ തുടങ്ങി. ക്രമേണ ആ രാജാവിൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം കടന്നു വരുവാനിടയായി. അങ്ങനെ അഹങ്കാരം കടന്നു വന്നതിൻ്റെ ഫലമായി രാജാക്കന്മാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യം ചെയ്യുവാൻ താൻ മുൻപോട്ട് വന്നു. ആ കാലത്ത് പുരോഹിതന്മാർക്ക് മാത്രമേ പരിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ആ പരിശുദ്ധ സ്ഥലത്ത് രാജാവ് തൻ്റെ അഹങ്കാരം കൊണ്ട് തനിക്കെല്ലാം ചെയ്യാമെന്നുള്ളതായ ചിന്ത കൊണ്ട് ആ പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങി. പ്രവേശിച്ചപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, രാജാവേ, ഇതരുത്, നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നാൽ തൻ്റെ രാജ്യഭരണത്തിൻ്റെ അഹങ്കാരം കൊണ്ട്, പുരോഗതിയുമെല്ലാം കൊണ്ട് അഹങ്കാരം കൊണ്ട് പുരോഹിതന്മാരുടെ വാക്ക് ശ്രദ്ധിക്കാതെ താൻ പരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ ദൈവം കുഷ്ഠരോഗം തൻ്റെ നെറ്റിയിൽ വെളിപ്പെടുമാറ് കുഷ്ഠരോഗത്താൽ തന്നെ ശിക്ഷിച്ചു. അങ്ങനെ രാജാവ് കുഷ്ഠരോഗിയായി തീർന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ പുരോഹിതന്മാർ അവനെ ആ പരിശുദ്ധ സ്ഥലത്ത് നിന്ന് മാറ്റി രാജ്യകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാതെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അവന് പാർക്കേണ്ടതായി വന്നു. അങ്ങനെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അങ്ങനെ പാർത്ത് ആ രാജാവ് കുഷ്ഠരോഗിയായി തന്നെ മരിച്ചു. ആ ആണ്ടിലാണ് യെശയ്യാവിന് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം നാം ചിന്തിച്ചാൽ, അഹങ്കാരിയായ രാജാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് ദൈവദർശനം ലഭിക്കാനിടയായി. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടേതായ അഹങ്കാരം, നമ്മുടേതായ വലിയ ഭാവം നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നിത്യദൈവവുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുവാനോ ആ നിത്യദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുവാനോ കഴിയുകയില്ല. നാം പലപ്പോഴും നമ്മുടെ സമ്പത്തുകളുടെ ആ അഹംഭാവം, അല്ലെങ്കിൽ നാം ഓരോ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിപരമായും അതുപോലെ ആരാധനഫലമായും മതപരമായും നാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മതഭക്തിയുടെ അഹങ്കാരം, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യുന്നു, ഞാൻ പൂജ നല്ലതുപോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ഞാൻ നല്ലതുപോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി ഞാൻ സ്നാനപ്പെടുന്നു, അല്ലെങ്കിൽ കുളിക്കുന്നു, അതുപോലെ ഉപവാസമെടുക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, അല്ലെങ്കിൽ റോസരി കൊന്ത ശരിയായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നൊയമ്പ് നോക്കുന്നു. ഇങ്ങനെയുള്ളതായ നമ്മളുടെ പ്രവൃത്തികളിൽ ആശ്രയിച്ച് അതിൽ നാം തൃപ്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിപ്പാൻ നമ്മൾക്ക് കഴിയുകയില്ല. ആ വലിയവനായ ദൈവം ആര്? പകൽ സമയം അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായിരുന്നു. ഇന്ന് പകൽക്കാലം ചിന്തിച്ചപ്പോൾ ഞാനത് പറയുവാനിടയായി. ഓരോ നക്ഷത്രങ്ങളെയും പേര് ചൊല്ലി വിളിക്കുന്ന അത്ര വലിയവനാണ് നമ്മുടെ ദൈവം. അവൻ ഓരോ നക്ഷത്രങ്ങളെയും പേര് ചൊല്ലി വിളിക്കുന്നു. ഇത്രത്തോളം വലിയ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അവനെക്കുറിച്ച് അല്പമെങ്കിലും ദൈവ തേജസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, മനുഷ്യരാകുന്ന നാം ദൈവസന്നിധിയിൽ വളരെ
താഴ്മയോടെ കടന്നു വന്നെങ്കിൽ മാത്രമേ ആ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പഠിത്തം, നമ്മുടെ ജ്ഞാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ പുഷ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് ദൈവം മുൻപാകെ ഇരുന്ന് ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചാൽ സാധിക്കയില്ല. മനുഷ്യനുള്ളതായ സകല സമ്പത്തുകളും മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത് പുല്ലിൻ്റെ പൂ പോലെയാണ്, ഒരാവി പോലെ മാത്രമാണ്. മൂക്കിൽ ശ്വാസം മാത്രം, ആ ശ്വാസം നമ്മുടെ മൂക്കിൽ നിന്ന് വിട്ടുപോയാൽ അത് തിരികെ വന്നില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല, നമ്മൾക്കൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഇത്ര വലിയവനായ ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വാസ്തവമായും നമ്മുടേതായ ആ അഹങ്കാരം അല്ലെങ്കിൽ ഉയർന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, കർത്താവേ, എൻ്റെ പ്രവൃത്തികൾ നിൻ്റെ മുൻപാകെ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല എന്ന് പറഞ്ഞ് ആര് തങ്ങളെ തന്നെ താഴ്ത്തുന്നുവോ, വലിയവനായ ദൈവമേ, ഞാൻ ഒന്നുമില്ല, ഞാൻ വെറും ഒരു കുമള പോലെ മാത്രമേ ഉള്ളൂ, ഞാനൊരു നിഴൽ പോലെ മാത്രമേ ഉള്ളൂ, ഞാൻ മടങ്ങി വരാത്ത ഒരു കാറ്റ് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താമെങ്കിൽ തീർച്ചയായിട്ടും ആ വലിയ ദൈവത്തിൻ്റെ ആ മഹത്വം അനുഭവിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയും. ഞാൻ ആ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതെത്ര തേജസ്സേറിയതാണ്, എത്ര മഹത്വമേറിയതാണ്, എത്ര വിലയേറിയതാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നത്. ഇവിടെ യെശയ്യാവ് കാണുമ്പോൾ അവിടെ സെറാപ്പുകൾ രണ്ടുകൊണ്ട് മുഖം മൂടിയും രണ്ടുകൊണ്ട് പാദം മൂടിയും രണ്ടുകൊണ്ട് പറന്നും കൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാർ അവർ പാപം ചെയ്യുന്നില്ല, അവർ വിശുദ്ധന്മാർ തന്നെയാണ്. എന്നിരുന്നിട്ടും അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ മുഖം നോക്കുവാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് രണ്ട് ചിറകുകൊണ്ട് അവരുടെ മുഖം മൂടുന്നു, രണ്ട് ചിറകുകൊണ്ട് പാദം മൂടുന്നു. നിന്നുകൊണ്ട് അവർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നില്ല. കാരണം ഇത്ര വിശുദ്ധൻ, ഇത്ര തേജോവാനായ ദൈവത്തെ ആരാധിപ്പാൻ. അതുകൊണ്ട് അവർ രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് അവർ പറയുന്ന എന്താണ്? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ ആർത്ത് പറയുന്നത്. മനുഷ്യരാകുന്ന നാം ചിലപ്പോൾ ദൈവത്തിനെന്ന് പറഞ്ഞൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് ചെന്ന് മെഴുകുതിരി അർപ്പിക്കാനായിട്ട് പോകും ചില പ്രിയപ്പെട്ടവർ നാളികേരം അർപ്പിക്കുവാനായിട്ട് പോകും, ചില പ്രിയപ്പെട്ടവർ പുഷ്പങ്ങൾ അർപ്പിക്കുവാനായി പോകും, ചില പ്രിയപ്പെട്ടവർ പഴങ്ങൾ അർപ്പിക്കുവാനായി പോകും, ചില പ്രിയപ്പെട്ടവർ ധൂപങ്ങൾ കാട്ടുവാനായി പോകും. അതെല്ലാം നമ്മുടെ രീതി റിവാജ് അനുസരിച്ച് ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയുകയല്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ വാസ്തവമായി ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്, സകലവും നൽകിക്കൊടുക്കുന്ന ദൈവത്തിന്, സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പോയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മുൻപിൽ ഒരു മെഴുകുതിരിയുടെ പ്രകാശം കൊണ്ട് എന്ത് നടക്കാനാണ് പോകുന്നത്? നമ്മുടെ ദൈവത്തിന് പഴമോ നാളികേരമോ പുഷ്പങ്ങളോ മെഴുകുതിരിയോ ഒന്നും ആവശ്യമില്ല. അവൻ സകലർക്കും സകലതും നൽകുന്നവനായ ദൈവമാണ്. എന്നാൽ താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ, ദൈവമേ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല എന്ന് പറഞ്ഞ് താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ അവൻ്റെ അടുക്കൽ ചെല്ലാമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ആ മഹത്വം കാണുവാനായി നമ്മൾ കഴിയും. യെശയ്യാവ് നോക്കുമ്പോൾ രണ്ടും ചിറക് കൊണ്ട് മുഖം മൂടിയും രണ്ട് ചിറക് കൊണ്ട് പാദം മൂടിയും രണ്ട് ചിറക് കൊണ്ട് പറന്നുകൊണ്ട് അവർ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവൻ്റെ തേജസ് നിമിത്തം ആ സ്ഥലം മുഴുവനും നിറഞ്ഞു. ആ സിംഹാസനമാണ് ഉയർന്നു കാണുന്നത്. യെശയ്യാവ് നോക്കുമ്പോൾ വേറൊന്നും കാണാനില്ല, ഉയർന്നും പൊങ്ങിയും നിൽക്കുന്ന ദൈവസിംഹാസനം മാത്രം.
യെശയ്യാവിന് പോലും തന്നെ ഒന്ന് പറയത്തക്കവണ്ണം അവിടെ ഒന്നുമില്ല. ഉയർന്നും പൊങ്ങി നിൽക്കുന്നതായ ആ വലിയ സിംഹാസനം മാത്രമാണ് യെശയ്യാവ് കാണുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ യെശയ്യാവ് തൻ്റെ കുറ്റം മനസ്സിലാക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതേ തേജസ് നിറഞ്ഞ ദൈവത്തെ യെശയ്യാവ് വേറൊരു ഭാഗത്ത് കാണുന്നു. അതാണ് യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഏത് ദൈവത്തെ തേജസ് നിറഞ്ഞവനായി യെശയ്യാവ് കണ്ടുവോ അതേ ദൈവത്തെ തന്നെ യെശയ്യാവ് വേറൊരു ഭാഗത്ത് കാണുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14. ഐസിയ ചാപ്റ്റർ 7 വേഴ്സ് 14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം, മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 23. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. ഒരു പ്രവാചകൻ നമ്മോടുകൂടെ എന്നല്ല, ഒരു ഗുരു നമ്മോടുകൂടെ എന്നല്ല, ഒരു വലിയ ആൾ നമ്മോടുകൂടെ എന്നല്ല, ദൈവം നമ്മോടുകൂടെ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവ് ആദ്യം കാണുമ്പോൾ ആ ദൈവത്തെ സെറാപ്പുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യയുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നു. എന്നാൽ വീണ്ടും യെശയ്യാവിന് ആത്മാവിൽ ആ ദൈവത്തെ വേറൊരു ഭാഗത്താണ് കാണുന്നത്. അതാണ് കന്യക ഗർഭിണിയായി. കന്യക ഗർഭിണിയായാൽ പിന്നെ ഒരു കന്യകയെ ആരെങ്കിലും പുരുഷന്മാരാരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ കന്യക എന്നല്ല പറയുന്നത്, സ്ത്രീ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, എങ്കിലും പെട്ടെന്നൊന്ന് വായിച്ചു പോയിക്കാട്ട്. ലൂക്കോസിന് സുവിശേഷം 1-26 മുതൽ 37 വരെ. ആർക്കെങ്കിലും വെളിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ കന്യക ഗർഭിണിയായ കാര്യം മനസ്സിലാകുന്നില്ല എങ്കിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും അത് നല്ലവണ്ണം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വെളിയിൽ നിന്ന് കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഈ വൈകിട്ടത്തെ യോഗം. ഇവിടെ ഹാളിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അതിനുവേണ്ടിയാണ് സ്പീക്കർ വെളിയിൽ വെച്ചിരിക്കുന്നത്. കാരണം ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ കടകളിലോ അവിടെ എവിടെയോ നിൽക്കുന്നതായ പ്രിയപ്പെട്ടവർ അല്പം ഗ്രഹിപ്പാൻ ഇടയാകുമാറാകട്ടെ. കന്യക ഗർഭിണിയായത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 37 വരെ ഒന്ന് വായിച്ചാട്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 37 വരെ വായിച്ചാട്ട്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി
നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കന്യകയോട് മറിയയോട് പറയുന്നു, നീ ഗർഭവതിയാകുമെന്ന് പറഞ്ഞപ്പോൾ മറിയ പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പറയുന്നത്, അതിന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാൽ ഒന്ന് ഓർപ്പിക്കുവാനായി പറയുന്നു. ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാകുന്ന ഈ കോൺക്രീറ്റ് റൂഫ് അത് നിൽക്കുന്നത് അതിൻ്റെ ഭാരം വഹിക്കാൻ കഴിവുള്ള ഭിത്തി 4 വശത്തും ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഭാരം വഹിക്കാനുള്ള ഭിത്തി ഇല്ല എങ്കിൽ ഈ റൂഫ് മുഴുവനും താഴെ വീഴും. അതുപോലെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ട് പാലാ പട്ടണം മുഴുവനും കൂടെ എത്ര വലിയ ഭാരമുണ്ടായിരിക്കും. നമ്മുടെ കേരളം എത്ര വലിയ പർവ്വതങ്ങളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിയാൽ എത്രമാത്രം വലിയ ഭാരമുള്ളതാണ് ഇന്ത്യ മഹാരാജ്യം. അതുകൂടാതെ മുഴുവൻ ലോകവും ഭൂലോകവും ആ ഗ്ലോബ് ഭൂഖണ്ഡം മുഴുവനും കൊണ്ട് നോക്കിയാൽ അതിന് എത്ര വലിയ ഭാരമുണ്ട്. മഹാപർവ്വതങ്ങൾ, ഒരുപാട് അത്ഭുതമായ പർവ്വതങ്ങൾ, കുന്നുകൾ, മലകൾ, നദികൾ, സമുദ്രം, ഇതെല്ലാമുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഭാരം നോക്കിയാൽ എത്ര വലിയതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പകൽ ബൈബിൾ ക്ലാസ്സിൽ പറയുവാനിടയായി, ആദ്യകാലങ്ങളിൽ മനുഷ്യർ നമ്മുടെ പണ്ടുള്ള ആളുകൾ ചിന്തിച്ചിരുന്നത് ഈ ഭൂമിയുടെ അടിയിൽ, ഈ ഗ്ലോബിൻ്റെ അടിയിൽ ഏതോ സർപ്പമോ ആനയോ ഒക്കെ ഉണ്ട്, അതിൻ്റെ മേലാണ് ആ ഭൂമി വെച്ചിരിക്കുന്നത്. എന്നാൽ പല പ്രാവശ്യം സൂര്യൻ പ്ലെയിനുകൾ ഭൂമിക്ക് ചുറ്റും കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ കീഴിൽ അങ്ങനെ ഒരു സപ്പോർട്ടൊന്നുമില്ല. പിന്നെ പറയാൻ തുടങ്ങിയ അട്രാക്ഷൻ റിപ്പൽഷൻ, ആകർഷണം വികർഷണത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശൂന്യാകാശത്തെ അളക്കാൻ നോക്കി. അളക്കിയപ്പോൾ ചില സ്ഥലത്ത് 463 നോട്ടിക്കൽ മൈൽസ്, ചിലയിടത്ത് 93 മൈൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടിയും കുറഞ്ഞും വന്നാൽ അത് ഒരു കാലത്തും അട്രാക്ഷൻ റിപ്പൽഷൻ പ്രിൻസിപ്പിളിനനുസരിച്ച് പോകാൻ കഴിയുകയില്ല. അടുത്തു വരുമ്പോൾ സൂര്യനോട് കൂടുതൽ ആകർഷിക്കപ്പെടും. പിന്നെ സയൻറ്റിസ്റ്റ് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതല്ല യഥാർത്ഥം. പിന്നെ പറയാൻ തുടങ്ങി ഗ്രാവിറ്റേഷൻ പ്രിൻസിപ്പിൾ, ഗുരുത്വാകർഷണ ശക്തിയാൽ ആണ് ഭൂമിയും ഓരോരോ ഗ്രഹങ്ങളും നിൽക്കുന്നത്. എന്നാൽ ഏകദേശം 2-3 വർഷത്തിന് മുൻപ് അവർക്ക് മനസ്സിലായി ഭൂമിയും സകല ഗോളങ്ങളും വളരെ ശക്തിയോടെ വടക്കേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വളരെ സ്പീഡോട് ഓടിക്കൊണ്ടിരിക്കുന്നതിനാൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ നിങ്ങളുടെ കോളേജുകളിലെല്ലാം ആ പഴയ തന്നെ അട്രാക്ഷൻ റിപ്പൽഷൻ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷനോ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതെല്ലാം തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആയാൽ ഇത്ര വലിയ ഭൂമിയെ കർത്താവ് എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്? നിങ്ങൾ വായിച്ചാൽ അയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 7-8 ഒന്നും വായിച്ചാട്ട്, നമ്മൾ പകൽ ബൈബിൾ ക്ലാസ്സിനതേക്കുറിച്ച് വായിച്ചതാണ്. എന്നാൽ ഒന്നുകൂടെ വായിക്കാം. അയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ! ഇത്ര വലിയവനായ ദൈവം ഭൂമിയെ ഒരു സപ്പോർട്ടും കൂടാതെ തൻ്റെ ശബ്ദത്തിൻ്റെ ശക്തിയാൽ നിർത്തിയിരിക്കുമ്പോൾ ആ വലിയ ദൈവത്തിന് മനുഷ്യനായി രൂപമെടുക്കുന്നതിന് ഒരു കന്യകയുടെ ഗർഭത്തിൽ വരുന്ന ഒരു വലിയ കാര്യമല്ല. ഇത്ര വലിയ ദൈവത്തിന്, ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് ഒരു കന്യകയുടെ ഗർഭത്തിൽ വരുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഈ വിശുദ്ധ പ്രജ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകയാൽ ഇന്നേക്ക് 2000-ഓളം വർഷത്തിന് മുൻപായി ഈ ഭൂമിയിൽ ഒരു വലിയ സംഭവം നടന്നു. ചെറിയ സംഭവമല്ല, ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സംഭവത്തെക്കാൾ ഏറ്റവും വലിയ സംഭവം.
അതെന്താണ്? വലിയവനായ ദൈവം കന്യകയിൽ കൂടെ ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. വലിയവനായ ദൈവം കന്യകയിൽ കൂടെ ഈ ഭൂമിയിൽ അവതരിച്ചു. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. റോഡിൽ നിന്ന് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇവിടെ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ കന്യക മറിയാമിൽ കൂടെ ജനിച്ചവൻ ഒരു സാധാരണക്കാരനല്ല, അവതാരമല്ല, ഒരു പ്രവാചകനല്ല, ഒരു ഗുരുവല്ല, പിന്നെയോ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യെശയ്യാ വീണ്ടും അവൻ്റെ പേരിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ 9:6 വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 9:6, ഐസയ 9:6. യെശയ്യാവ് അവൻ്റെ പേരിനെ കുറിച്ച് പറയുന്നു. യെശയ്യാവ് 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. The mighty God, the everlasting Father, the Prince of Peace. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ആ മനുഷ്യരൂപം ബാലന് കൊടുത്തിരിക്കുന്ന പേര് ദ മൈറ്റി ഗോഡ്, വീരനാം ദൈവം, ശക്തനായ ദൈവം. ദൈവം അധികമില്ല, 3 ഇല്ല, 2 ഇല്ല, 10 ഇല്ല, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം അമേരിക്കക്കാരുടെയും ദൈവമാണ്, ചൈനക്കാരുടെയും ദൈവമാണ്, റഷ്യക്കാരുടെയും ദൈവമാണ്, യൂറോപ്പിൽ വസിക്കുന്നവരുടെ എല്ലാം ദൈവമാണ്, ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ദൈവമാണ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും ദൈവമാണ്, കേരള സ്റ്റേറ്റിൻ്റെയും ദൈവമാണ്, കോട്ടയത്തിൻ്റെയും ദൈവമാണ്, ഈ പാലാ പട്ടണത്തിൽ വസിക്കുന്ന സകലരുടെയും ദൈവമാണ്. ഞാൻ വേറൊരു പുതിയ ദൈവത്തെ കൊണ്ടുവന്നിട്ടില്ല. പ്രിയ സഹോദര, നിന്റെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. നിന്റെ ദൈവവും എൻ്റെ ദൈവവും ഒരു ദൈവം മാത്രമേ ഉള്ളൂ. വ്യത്യാസം ഇത്ര മാത്രം, ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞു. പ്രിയ സഹോദര സഹോദരി, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ നിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞുവോ? കാള തൻ്റെ ഉടയവനെ തിരിച്ചറിയുന്നു, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ തിരിച്ചറിയുന്നു. റോഡിൽ നിന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, വീട്ടിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന പ്രിയ സഹോദര, ഇവിടെ ഇരുന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, നിന്റെ ദൈവം ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞുവോ? ഇന്ന് രാത്രി ഈ ചോദ്യം നിന്റെ മുൻപിൽ ഞാൻ വയ്ക്കുകയാണ്. ഒരുപാട് ധനം നിനക്ക് ലഭിക്കുന്നു, അവിടെ ഇവിടെയും കുമ്പിട്ടുകൊണ്ട് നീ അനേക സമ്പത്തുകൾ വർദ്ധിപ്പിക്കുന്നതെല്ലാം നല്ലത് തന്നെ. എന്നാൽ ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ, നിന്റെ സമ്പത്തും നിന്റെ ശരീരവും വിട്ട് നിന്റെ ആത്മാവും പ്രാണനും വേർപെട്ടു പോകും. അപ്പോൾ നീ നിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, നീ നിന്റെ ദൈവത്തെ മനസ്സിലാക്കിയില്ല എങ്കിൽ, പ്രിയ സഹോദര പ്രിയ സഹോദരി, നരകത്തീയിൽ നീ വെന്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഈ യോഗം ഇവിടെ നടത്തുന്നത്? എന്തുകൊണ്ടാണ് സ്പീക്കർ വെച്ച് വെളിയിലുള്ള പ്രിയപ്പെട്ടവരെയും ഇത് കേൾപ്പിക്കുന്നത്? പണം പിരിക്കാനല്ല, നിങ്ങളുടെ വോട്ട് നേടുവാനല്ല, നിങ്ങളെ മതം മാറ്റുവാനല്ല.
എന്നാൽ പാലായിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എത്ര നല്ലവരാണ്. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നാശത്തിലേക്ക് പോകുമല്ലോ, അവർ നരകത്തിയിലേക്ക് പോകുമല്ലോ. അങ്ങനെ പാലായിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വല്ല വിധത്തിലും നരകത്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഒരു മാർഗമുണ്ട് എന്നവരെ അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഉച്ചസ്വരത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ മതം മാറ്റുവാനല്ല, നിങ്ങളുടെ പണം കൈപ്പറ്റുവാനല്ല, നിങ്ങളോട് എന്തെങ്കിലും വാങ്ങിക്കുവാനല്ല. വല്ല വിധേനയും ഞങ്ങളെ പോലെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളുടെ ദൈവത്തെ തിരിച്ചറിയട്ടെ. ആകിയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ കന്യകമറിയാമിൽ കൂടെ വെളിപ്പെട്ടത് ഒരവതാര പുരുഷനല്ല, ഒരു ഗുരുവല്ല, നിന്റെ ദൈവമാണ്. നിന്റെ ദൈവത്തെ ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയ സഹോദരാ, ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെയും എന്റെയും ദൈവം ഒരേ ദൈവമാണ്. നിന്റെ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. വ്യത്യാസം ഇത്ര മാത്രം. ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞു. പ്രിയ സഹോദരാ, സഹോദരി, നീ നിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ എത്രയും വേഗം താമസിയാതെ മരണം നിന്നെ പിടിക്കുന്നതിന് മുൻപാകെ, മരണക്കയറുകൾ നിന്റെ മേൽ വരുന്നതിന് മുൻപാകെ നിന്റെ ദൈവത്തെ നീ തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. മരണം വന്ന് നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിന്റെ ദൈവത്തെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ഈ പാലാ പട്ടണത്തിലുള്ളവരെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് കന്യകമറിയാമിൽ കൂടെ ജനിച്ച ഇമ്മാനുവേൽ പാലാ പട്ടണത്തിലുള്ള സകലരുടെയും ദൈവമാണ്. കേരളത്തിലുള്ള സകലരുടെയും ദൈവമാണ്. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സകലരുടെയും ദൈവമാണ്. അതിനുശേഷം അവൻ്റെ പേര് നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ എന്ന് പറഞ്ഞാൽ സകലരുടെയും പിതാവ്. എനിക്ക് എല്ലാവരുടെയും ദൈവമായ ഈ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എത്ര സന്തോഷമുണ്ട്. എല്ലാവരുടെയും പിതാവായ ഈ പിതാവിനെ കുറിച്ച് പറയുന്നത് എനിക്ക് എത്ര സന്തോഷമുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ കന്യകമറിയാമിൽ കൂടെ ജനിക്കപ്പെട്ടത് സകലരുടെയും പിതാവ്, നിത്യപിതാവ്, അമേരിക്കക്കാരുടെയും പിതാവ്, യൂറോപ്പിലുള്ളവരുടെ എല്ലാവരുടെയും പിതാവ്, റഷ്യയിലുള്ളവരുടെ എല്ലാവരുടെയും പിതാവ്, ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള സകലരുടെയും പിതാവ്, ഇന്ത്യ മഹാരാജ്യത്തിലുള്ള സകലരുടെയും പിതാവ്, കേരളത്തിലുള്ള സകലരുടെയും പിതാവ്, ഈ പാലാ പട്ടണത്തിലുള്ള സകലരുടെയും പിതാവ്. പ്രിയ സഹോദര, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ പിതാവിനെ നീ തിരിച്ചറിഞ്ഞുവോ? പലരും ഓരോരുത്തരെ പിതാക്കന്മാരായി അവിടെ എവിടെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ നിത്യപിതാവിൻ്റെ അടുക്കൽ വന്നാൽ പിന്നെ ഓരോരുത്തരെ പിതാവെന്ന് വിളിക്കാൻ മനസ്സ് വരികയില്ല. കാരണം യഥാർത്ഥ പിതാവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ല. ആകയാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, പ്രിയ സഹോദര സഹോദരി, നിന്റെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. വഴിയിൽ നിന്നുകൊണ്ട്, റോഡിൽ നിന്നുകൊണ്ട്, കടകളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന നിങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ പിതാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ദൈവം, അവൻ നിങ്ങളുടെ പിതാവ്, അവൻ എൻ്റെ ദൈവം, എൻ്റെ പിതാവ്. അതുമാത്രമല്ല, അവൻ്റെ പേര് സമാധാന പ്രഭു. ഞാൻ പാപത്തിനടിമയായി ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിന് സന്തോഷമില്ലായിരുന്നു. എപ്പോഴും പ്രയാസങ്ങളും ടെൻഷനുമെല്ലാമായിരുന്നു. എന്നാൽ സമാധാന പ്രഭു എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ മുതൽ സമാധാനം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദര,
നീ സമാധാനത്തിനു വേണ്ടി വളരെ ശ്രമിക്കുന്നു. ഉറക്കം ശരിയായി കിട്ടാത്തതിനാൽ ഉറക്ക ഗുളികകളൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നുകളൊക്കെ കഴിക്കുന്നു. എന്നിട്ടും കുടുംബത്തിൽ സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, മറ്റു പട്ടണങ്ങളിൽ സമാധാനമില്ല. കാരണം എന്താണ്? സമാധാന പ്രഭുവിന് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ് സമാധാനമില്ലാതിരിക്കുന്നത്. ഇന്ന് അനേകര് മതത്തിൻ്റെ പേരിൽ സമാധാന പ്രഭുവിനെ പുറത്താക്കുവാൻ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ഓരോ കോണുകളിലും ഓരോ തെരുവുകളിലും സമാധാന പ്രഭുവിനെ കുറിച്ചുള്ളതായ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ സമാധാനം വരും. സമാധാന പ്രഭുവിനെ പുറത്താക്കി നിർത്തുന്നോളം കാലം ആ രാജ്യത്തിൽ, ആ ദേശത്തിൽ, ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുകയില്ല. സമാധാനം വേണമെങ്കിൽ ഒരേ ഒരു മാർഗം, സമാധാന പ്രഭുവിന് വേണ്ട സ്ഥാനം കൊടുക്കുക. ആ സമാധാന പ്രഭു വന്നു കഴിയുമ്പോൾ സമാധാനമുണ്ടാകും. വീണ്ടും നാം വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഇമ്മാനുവേൽ, ഈ നിത്യപിതാവ്, ഈ വീരനാം ദൈവം, സമാധാന പ്രഭു വന്നത്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. Isaiah chapter 61 verse 1. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും. മതി. ഇവിടെ ഈ വലിയവനായ ദൈവം മനുഷ്യനായി വന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ എഴുതിയിട്ടുണ്ട്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ, അതുകൂടാതെ ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാൻ. ഈ വലിയവനായ ദൈവം മനുഷ്യനായി വന്നപ്പോൾ അവരുടെ പാപം അവരിൽ നിന്ന് മാറ്റുവാൻ അവൻ വേറൊരു പേരവന് കൊടുത്തു. അതാണ് മത്തായി 1:21 വായിച്ചാൽ. മത്തായി 1:21, മാത്യു 1:21. അവൻ ഈ വലിയവനായ ഇമ്മാനുവേൽ, നിത്യപിതാവ്, സർവശക്തനായ ദൈവം, സമാധാന പ്രഭു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെയുള്ള ആ അർത്ഥമുള്ള ഇമ്മാനുവേൽ വന്നപ്പോൾ അവനൊരു പ്രത്യേക ദൗത്യമുണ്ടായിരുന്നു. ആ ദൗത്യ നിമിത്തം അവന് വേറൊരു പേര് കൊടുത്തു. ആ പേരിനെ കുറിച്ച് വായിച്ചാട്ട്. മത്തായി 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. അവരുടെ പാപങ്ങളിൽ നിന്ന് അവന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. എന്നാൽ വാസ്തവത്തിൽ അവൻ്റെ പേരതല്ല. അവൻ്റെ പേര് ഇമ്മാനുവേൽ, അവൻ്റെ പേര് നിത്യപിതാവ്, അവൻ്റെ പേര് വീരനായ ദൈവം, അവൻ്റെ പേര് സമാധാന പ്രഭു, അവൻ്റെ പേര് അനേക പേരുകളുണ്ട്. എന്നാൽ എന്നെയും നിന്നെയും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ക്രിസ്തുമസ് ഒക്കെ കൊണ്ടാടി, നല്ലത് തന്നെ. എന്നാൽ പ്രിയമുള്ളവരെ, ഡിസംബർ 25 അല്ല അവൻ്റെ ആരംഭം. അവൻ അനാദികാലത്തേ ഉള്ളവനാണ്. അവൻ ആദിയും അന്തവുമാണ്. ഹല്ലേലൂയ. അവൻ മനുഷ്യനായി വന്നപ്പോൾ അതും ഡിസംബർ മാസത്തിലല്ല വന്നത്. പിന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുവാൻ സമയമില്ല. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അവൻ മനുഷ്യനായി വന്നത് എൻ്റെയും നിൻ്റെയും പാപം ക്ഷമിക്കുവാൻ വന്നതുകൊണ്ട്, എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ വില കൊടുക്കുവാൻ, രോഗത്തിൻ്റെ വില കൊടുക്കുവാൻ വന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിട്ടു. അവൻ വന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിൻ്റെ പേര് എടുത്തുകൊണ്ട് വന്നത് ഹൃദയം തകർന്നവരുടെ, അവരുടെ തകർന്ന ഹൃദയത്തെ മുറിവ് കെട്ടുവാനും ബദ്ധന്മാരെ വിടുവിപ്പാനും ആണ്.
ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവായിരുന്നപ്പോൾ, യേശു എന്ന പേരിൽ അവൻ വെളിപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എത്ര പേരുടെ ഹൃദയത്തെ ദുഃഖമാണ് അവൻ മാറ്റിക്കൊണ്ടിരുന്നത്. എത്ര ബദ്ധന്മാരെയാണ് വിടുവിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, ഗദരദേശത്ത് അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ശവക്കോട്ടകളിൽ പാർക്കുകയാണ്. ആർക്കും അവനെ ബന്ധിച്ചുകൂടാൻ. വളരെയധികം ഭൂതങ്ങളാൽ അവനോട് ചോദിച്ചു, എൻ്റെ പേരെന്ന് ചോദിച്ചപ്പോൾ ലഗ്യോൻ, ഞങ്ങൾ അനേകായിരങ്ങളുണ്ട്. വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നില്ല, കല്ലെടുത്ത് തന്നെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്ങല കെട്ടിയാൽ അതെല്ലാം പൊട്ടിച്ചു കളയും, ആർക്കും അവനെ ബന്ധിപ്പാൻ കഴിയില്ല. അങ്ങനെയുള്ള ഭയങ്കര ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ബദ്ധന്മാരെ വിടിയിക്കുവാനായി വന്നവൻ അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ മേൽ വസിച്ചിരുന്ന ഭൂതങ്ങളെ മുഴുവനും ആ പന്നികളുടെ കൂട്ടത്തിലേക്ക് പോകുവാൻ കൽപ്പിച്ചു. ആ പന്നികളെല്ലാം പോയി വെള്ളത്തിൽ മുങ്ങി ചാകുവാനിടയായി. ആ പ്രിയ സഹോദരൻ വസ്ത്രം ധരിക്കുവാനും സുബോധം ധരിച്ചുകൊണ്ട് കർത്താവായ യേശുവിനോട് കൂടിയിരിപ്പാനും ഇടയായി. ഇപ്പോൾ നിങ്ങൾ പലരും പറയും, ഞങ്ങളാരും അങ്ങനെ ഭൂതഗ്രസ്തരല്ല. എന്നാൽ ഈ കാലത്ത് തന്നെത്താനെ ചതയ്ക്കുന്ന പരിപാടി എന്താണ്? ഈ ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ, കള്ള്, അതുപോലെ മറ്റുള്ളതായ മദ്യപദാർത്ഥങ്ങൾ, സിഗരറ്റ്, ഇതെല്ലാം വലിച്ചുകൊണ്ട് മോഡേൺ മനുഷ്യൻ തന്നെ ചതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മോഡേൺ വേ. അന്ന് ഭൂതങ്ങൾ തന്നെ ബാധിച്ച് ചതച്ചുകൊണ്ടിരുന്നു. ഇതുപോലെ മദ്യപാനം എന്ന ഭൂതം പിടിച്ചിരിക്കുകയാണ്. അതുപോലെ മയക്കുമരുന്നിൻ്റെ ഭൂതം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഭൂതങ്ങൾ പിടിച്ചതിനാൽ തന്നെത്താനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. എന്നാൽ ഈ സമാധാന പ്രഭുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സ്വാതന്ത്ര്യമോ നൽകുന്നവനാണ്. ഞാനൊരു കുറച്ച് വർഷങ്ങൾ മുമ്പ് അംബാല പട്ടണത്തിൽ, ഹരിയാനയിലുള്ള അംബാല പട്ടണത്തിൽ ഒരു വലിയ ഗ്രൗണ്ടിൽ നിന്ന് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമാധാന പ്രഭുവിനെ, ബന്ധിതരെ വിടുവിക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കോളേജ് പ്രിൻസിപ്പൽ, ഒരു ലേഡി പ്രിൻസിപ്പൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു എൻജിനീയറാണ്, സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എൻജിനീയറിംഗ് എല്ലാം പഠിച്ചിട്ട് വന്നു. എന്നാൽ അവിടുന്ന് മയക്കുമരുന്നിൻ്റെ അധീനായി വന്നതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ്. അവർക്ക് വളരെ സ്വത്തുക്കളുള്ളതായിരുന്നു. അവരുടെ ശമ്പളം കൊണ്ട് കാര്യം തീരാതിരുന്നതിനാൽ വസ്തുക്കളൊക്കെ വിറ്റ് കുറേശ്ശെ വിറ്റ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ആ പ്രിൻസിപ്പളായ സഹോദരി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു ആളിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മെലിഞ്ഞ ഒരു സഹോദരൻ. അവൻ എൻ്റെ അടുക്കൽ നിന്ന് കരയാൻ തുടങ്ങി. എൻജിനീയറാണ്. ഞാൻ ചോദിച്ചു എന്താണ്? പറഞ്ഞു, ഒരു ദിവസം 1200-1500 രൂപയുടെ മയക്കുമരുന്ന് കഴിച്ചില്ല എങ്കിൽ പെട്ടെന്ന് മയങ്ങി വീഴുന്ന പോലെ ഒരു വഴിയിൽ അങ്ങ് വീണു പോകും എന്ന് പറഞ്ഞു. ഞരമ്പുകളെല്ലാം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് കഴിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം ഇത്രയും രൂപ ചിലവാക്കേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ പണം നഷ്ടമായി. ഒരു വസ്തുക്കൾ വിൽക്കേണ്ടതായി വന്നു. ആ സഹോദരൻ നിന്ന് കരയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കരയുകയാണ്. ഞാൻ വീണ്ടും ആ സഹോദരനോട് ചോദിച്ചു, സഹോദര, വാസ്തവമായി നിനക്കിതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടോ? അവൻ തലകുലുക്കി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ മയക്കുമരുന്നിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ, ബന്ധിതരെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവമേ, ഇവനെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഭാര്യയും ഭർത്താവിൻ്റെ അടുക്കൽ വന്നു. ഇത് വൈകിട്ടാണ്. രാത്രി അല്പം പോലും മയക്കുമരുന്നിന് കഴിപ്പാൻ മനസ്സ് വന്നില്ല. പിറ്റേ ദിവസം വൈകിട്ട് വന്നു. അല്പം പോലും കഴിച്ചില്ല. ഞങ്ങൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അല്പം പോലും കഴിക്കാതെ പൂർണ്ണ വിടുതൽ ദൈവം അവന് കൊടുക്കാനിടയായി. ഇന്ന് നിങ്ങൾ പോയാൽ അംബാലയിൽ ഡുരണ്ട് റോഡിൽ അവിടെ അവരൊരു സ്ഥലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നു. അവിടെയാണ് പാസ്റ്റർ ജോൺ രാജൻ. ഞങ്ങൾ അവിടെ ആ സ്ഥലം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടെ ഒരു പ്രാർത്ഥനാ ഭവൻ ഉണ്ടാക്കി അവിടെ പാർക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത്, ഇത്ര വലിയ മയക്കുമരുന്നിന് അടിമയായിരുന്നവനെ 1 സെക്കൻഡ് കൊണ്ട് ഈ ഓരോരുത്തരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിവുള്ളവൻ, ആ പ്രിയപ്പെട്ടവനെ സൗഖ്യമാക്കുവാൻ
കർത്താവ് സഹായിച്ചു. അങ്ങനെ എത്രയോ ആയിരങ്ങളെയാണ് കർത്താവ് ഇന്നും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. പാലാ പട്ടണത്തിൽ മയക്കുമരുന്നിന് അടിമയായി കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറേശ്ശെ മയക്കുമരുന്ന് മാറ്റി പോയാൽ നടക്കുകയില്ല. എന്നാൽ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനായ ആ കർത്താവിൻ്റെ അടുക്കൽ, നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നിന്നെ തന്നെ വാസ്തവമായി സമർപ്പിച്ച് കഴിഞ്ഞാൽ, ഇരുട്ടിൽ വെളിച്ചം ഒരു സ്വിച്ചിട്ട് കഴിഞ്ഞാൽ വെളിച്ചം വരുന്നത് പോലെ നിൻ്റെ സകല മയക്കുമരുന്നിൻ്റെ ഭൂതത്തിൽ നിന്ന്, ആ ദുഷ്ടാത്മാവിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ അവന് കഴിയും. എന്നാൽ മനുഷ്യർ പലര് കുറേശ്ശെ മനുഷ്യരുടെ തന്ത്രത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. എന്നാൽ എത്രയോ ആയിരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ, ഞാൻ എത്രയോ പേരുടെ കാര്യങ്ങൾ പറയുവാൻ കഴിയും. വടക്കേ ഇന്ത്യയിൽ വന്നാൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായിരുന്ന എത്രയോ പേരെയാണ് ഈ ബന്ധനത്തിൽ നിന്ന് വിടിക്കുന്നവനായ കർത്താവ് വിടുവിച്ചത്. അവൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൂടാതെ തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടുവാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നയീൻ പട്ടണത്തിൽ നമ്മുടെ കർത്താവ് മനുഷ്യനായി ആ നയീൻ പട്ടണത്തിലേക്ക് വന്നു. നയീൻ പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു ഘോഷയാത്ര പട്ടണത്തിന് വെളിയിലേക്ക് പോവുകയാണ്. ഒരു മരിച്ച യൗവനക്കാരൻ്റെ ശരീരവുമായി അവനെ ശവമടക്കുവാൻ പോകുകയാണ്. അവിടുത്തെ രീതി അനുസരിച്ച് ആരെങ്കിലും ശവമടക്കാൻ പോകുമ്പോൾ മുൻപിൽ ശോകത്തിൻ്റെ പാട്ടുകൾ പാടി അതിൻ്റെ വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് ശാന്തമായി പോകും. അതിൻ്റെ പുറകിൽ ആ ശവപ്പെട്ടിയും അതിൻ്റെ പുറകെ പ്രിയപ്പെട്ടവരും പോകും. ഈ മനുഷ്യനായി അവതരിച്ച ദൈവം അവിടേക്ക് ചെല്ലുമ്പോൾ നോക്കുന്നത് ഈ ശവപ്പെട്ടിയുമായി പട്ടണത്തിന് വെളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വിധവ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു വേദപുസ്തകത്തിൽ വിവരമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ എൻ്റെ ഭാവനയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിധവ സഹോദരി യൗവനക്കാരത്തി ആയിരുന്നപ്പോൾ തന്നെ തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അതുകൊണ്ട് അവൾ വളരെ ദുഃഖിതയായി. പ്രിയപ്പെട്ടവരും ബന്ധുക്കാരുമെല്ലാം പറയും, നിൻ്റെ പാപം നിമിത്തമാണ് യൗവനത്തിലെ നിൻ്റെ ഭർത്താവ് മരിച്ചു പോയത്. അപ്പോൾ അവൾ വിചാരിച്ച് കാണും, ഒരു മകനുണ്ടല്ലോ, ഈ മകൻ വളർന്നു കഴിഞ്ഞ് എനിക്ക് പിന്നെ പട്ടണത്തിൽ എല്ലാവരുടെയും അടുക്കൽ പോകാൻ കഴിയും, എൻ്റെ ദുഃഖമെല്ലാം മാറി എനിക്ക് പോകാൻ കഴിയും. അങ്ങനെ അവളുടെ ആശ മുഴുവനും ആ മകൻ്റെ മേലായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ ആശ വെച്ചിരുന്ന ആ മകനും രോഗിയായി മരിച്ചുപോയി. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ആ വിധവയായ സഹോദരിയുടെ ദുഃഖം എത്രമാത്രമാണ്. അവളിങ്ങനെ ഇനിയും ദുഃഖത്തിൻ്റെ കാർമേഘമല്ലാതെ ഒരു പ്രകാശത്തിനും എനിക്കിനിയും വഴിയില്ല എന്ന് തകർന്ന ഹൃദയത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് അവൾ ആ ശവപ്പെട്ടിയുടെ പുറകെ പോകുകയാണ്. ഈ മനുഷ്യനായി അവതരിച്ച ദൈവം അവിടെ വരുന്നു എന്നുള്ളത് അവൾ അറിഞ്ഞിരുന്നില്ല. അവനെ അവൾക്ക് തിരിച്ചറിയുവാനും കഴിയില്ലായിരുന്നു. എന്നാൽ മനുഷ്യനായി അവതരിച്ച ഈ ദൈവം ദൂരത്ത് നിന്ന് തന്നെ തകർന്ന ഹൃദയത്തോടെ പോകുന്ന ആ വിധവയെ കണ്ടിട്ട് ആദ്യമേ അവളുടെ അടുക്കൽ ചെന്ന് പറയുന്നത്, കരയണ്ട, ഹല്ലേലൂയ, കരയരുത്. ഈ മനുഷ്യനായി അവതരിച്ച ദൈവം എത്ര സ്നേഹം നിറഞ്ഞവനാണ്. ആ വിധവ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ആ വഴിയെ ഈ മനുഷ്യനായി അവതരിച്ച ദൈവം വരുന്നുണ്ട് എന്ന്. അവൾ അവനെ വിളിച്ചില്ല, അവനെ കണ്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തിയില്ല. വളരെ ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ തകർന്ന ഹൃദയത്തോടുകൂടെ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ദുഃഖത്താൽ നിറഞ്ഞവളായി പോയിക്കൊണ്ടിരുന്ന ആ വിധവ സഹോദരിയെ മനുഷ്യനായി അവതരിച്ച ഈ ദൈവം, മനുഷ്യനായി വന്ന ഈ ഇമ്മാനുവേൽ തിരിച്ചറിഞ്ഞിട്ട് അവളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കരയണ്ട. അതിനുശേഷം അവൻ കൈ ഉയർത്തി ആ യൗവനക്കാരൻ്റെ ശരീരത്തിന്മേൽ മരിച്ച് കിടക്കുന്ന യൗവനക്കാരൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കുക. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മരണത്തിന് മനസ്സിലായി
ഈ സംസാരിക്കുന്നത് അവതാര പുരുഷന്മാരിൽ ഒരാളല്ല, ഗുരുക്കന്മാരിൽ ഒരാളല്ല, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും സകലത്തിന്മേലും അധികാരമുള്ള ദൈവാദി ദൈവമാണ് ഇത് സംസാരിക്കുമെന്ന് പറഞ്ഞ് മരിച്ചു കിടന്ന മനുഷ്യൻ, ആ യൗവനക്കാരൻ എഴുന്നേറ്റിരുന്നു. ഉടനെ അവനെ ആ മഞ്ചത്തിൽ നിന്ന് ശവപ്പെട്ടിൽ നിന്ന് താഴെ ഇറക്കി. അവർ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകുകയാണ്. അവർ വീട്ടിലേക്ക് പോകുമ്പോൾ പാടുന്ന പാട്ട് കരയുന്ന പാട്ടല്ല, ദുഃഖത്തിൻ്റെ പാട്ടല്ല, സന്തോഷത്തോടെ പാടുകയാണ്. ആ സഹോദരി കരയുകയല്ല. ഞാൻ വിചാരിക്കുന്നു ആ യൗവനക്കാരൻ മകൻ്റെ കരം പിടിച്ച് ചുംബിക്കുകയും ചിരിക്കുകയും സന്തോഷത്തിന് കണ്ണുനീർ വാർത്തുകൊണ്ട് സന്തോഷത്തോടെ പോകുകയാണ്. എന്താണ് സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, നിരാശയുടെ അവസാന സമയത്ത് ഇമ്മാനുവേലുമായി അവർക്ക് സമ്പർക്കമുണ്ടാകുവാനിടയായി. ഇന്ന് ഈ പാലാ പട്ടണത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ടോ വെളിയിൽ നിന്നുകൊണ്ടോ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പൂർണ്ണമായി നീ നിരാശയിലായി തീർന്നിരിക്കാം. നിന്റെ ബിസിനസ് എല്ലാം തകർന്നിരിക്കാം. നിന്റെ കുടുംബം മുഴുവൻ തകർച്ചയിലായിരിക്കാം. നിനക്കുള്ളതെല്ലാം നശിച്ചെന്നിരിക്കാം. നിന്റെ ആശയെല്ലാം നശിച്ചു പോയെന്നാലും ഇന്ന് രാത്രി നിന്നെ തേടി ഈ പാലാ പട്ടണത്തിൽ ഒരുത്തൻ വന്നിട്ടുണ്ട്. നിന്നെ തേടി ഈ ഓഡിറ്റോറിയത്തിൽ ഒരാൾ വന്നിട്ടുണ്ട്. നിന്നെ തേടി ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റുപാടും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പേരാണ് യേശു. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആര്? അവതാര പുരുഷന്മാരിൽ ഒരാളല്ല, പ്രവാചകന്മാരിൽ ഒരാളല്ല, ഗുരുക്കന്മാരിൽ ഒരാളല്ല. യേശു ക്രിസ്തു നിന്റെ ദൈവമാണ്. യേശു ക്രിസ്തു എൻ്റെ ദൈവമാണ്. യേശു ക്രിസ്തു പാലായിലുള്ള സകലരുടെയും ദൈവമാണ്. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തെ നീ തിരിച്ചറിയുക. കർത്താവിന് സ്തോത്രം. ഈ ദൈവം എത്ര വലിയവനാണ്! ഇവനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 1 തിമോത്തിയോസ് 3:15-16 ഒന്ന് വായിച്ചിട്ട് നമ്മൾക്ക് ഇന്ന് രാത്രിയിലത്തെ ആ വചനം അവസാനിപ്പിക്കാമല്ലോ. 1 തിമോത്തിയോസ് 3:15-16. 1 Timothy chapter 3 verse 15 and 16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അത് തന്നെ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ഒന്നുകൂടെ ആ ദൈവഭക്തിയുടെ മർമ്മം ഒന്നുകൂടെ വായിച്ചാട്ട്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഞാൻ വായിക്കാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തിയുടെ മർമ്മം അതെന്താണ്? ദൈവഭക്തിയുടെ മർമ്മം ദൈവം മനുഷ്യനായി അവതരിച്ചു. അതിന്ന് അനേകർക്ക് മർമ്മമായിരിക്കുകയാണ്. ഈ മർമ്മം നീ മനസ്സിലാക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി തീരും. അതേതാണ് മർമ്മം? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ! സൃഷ്ടികർത്താവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. സകലത്തെയും സൃഷ്ടിച്ചവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി നടന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ സംഭവിച്ച ഏറ്റവും വലിയ സംഭവം സൃഷ്ടികർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അവൻ തന്റെ ശുശ്രൂഷയിൽ കൂടി അത് വെളിപ്പെടുത്തി.
ഒരു പ്രാവശ്യം തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുകയാണ്. രാത്രിയുടെ സമയമാണ്. അപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പടക് അതിലേക്ക് തിരമാലകൾ നിമിത്തം വെള്ളം കയറി മുങ്ങുന്ന നിലയിലായി. ആ പടക് നടത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർ അവർ മീൻപിടുത്തക്കാരായിരുന്നുകൊണ്ട് സമുദ്രത്തിൽ അവർക്ക് നല്ല അഭ്യാസമുണ്ട്. അവരുടെ അഭ്യാസമെല്ലാം ഉപയോഗിച്ച് അവർ ആ ബോട്ടിനെ ആ പടകിനെ എങ്ങനെയെങ്കിലും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കുവാനായി ശ്രമിച്ചു. എന്നാൽ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവരിങ്ങനെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ പടകിൽ അവൻ വിശ്രമിക്കുകയായിരുന്നു. ഈ മനുഷ്യനായി അവതരിച്ച ഈ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ അവൻ കൈകടത്തുന്നവനല്ല. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് കൊടുങ്കാറ്റ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവൻ ശാന്തമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി യുക്തി ഉപയോഗിച്ച് ഭാര്യ ഭർത്താക്കന്മാരാലുള്ള പ്രയാസങ്ങൾ, മക്കൾ തമ്മിലുള്ള പ്രയാസങ്ങൾ, അയൽവക്കത്തുകാരുടെ പ്രയാസങ്ങൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ ദൈവമക്കളാകുന്നവർ അവരുടെ കഴിയുന്ന ബുദ്ധിയെല്ലാം ഉപയോഗിക്കും. ഒടുവിൽ ക്ഷീണിച്ച ശേഷം പറയും, ദൈവമേ കുറ്റം അവൻ്റെ മേലാണ്. എന്നാൽ ആദ്യമേ അവനോട് വിളിച്ചു പറഞ്ഞാൽ, ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ കൊടുങ്കാറ്റ് എന്തുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു? എൻ്റെ ഭാര്യ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ഇടപെടുന്നു? എൻ്റെ ഭർത്താവ് എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ഇടപെടുന്നു? ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ എങ്ങനെ ആയിപ്പോകുന്നു? ഈ കാറ്റ് എന്തുകൊണ്ട് അടിക്കുന്നു എന്ന് അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ മറുപടി തരും. അതിനെക്കുറിച്ചാണ് പകൽ സമയത്ത് ബൈബിൾ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കടന്നു വന്ന പലർക്കും അത് അനുഗ്രഹമായിരുന്നു. രാത്രിയിൽ പകൽ വരാൻ കഴിയാവില്ലാത്തവർക്ക് അനേകരുണ്ട്. അവരോട് ഞാൻ പറയുന്നത്, ഇനിയും ബാക്കി 2-3 ദിവസങ്ങളേ ഉള്ളൂ. ബൈബിൾ ക്ലാസ്സുകൾ വന്നാൽ ദൈവം തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്, എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെയാണ് അവൻ നടത്തി മക്കളെ തന്നോടുകൂടെ പാർപ്പിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്നത് എന്നുള്ള വിഷയമാണ് ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാറ്റടിക്കുമ്പോൾ അവൻ നേരിട്ട് വന്ന് ഇടപെടുന്നവനല്ല. ഇവിടെ ശിഷ്യന്മാർ അവർ വളരെ ശ്രമിച്ചു. ഒടുവിൽ അവർ മുങ്ങിപ്പോകുമെന്നുള്ളതായ അവസ്ഥ വന്നപ്പോൾ അവനോട് പറഞ്ഞു, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു. അപ്പോൾ ആ പടകിൽ ഏകദേശം 33.5 വയസ്സുള്ളതായ ഒരു യുവ സഹോദരൻ്റെ മനുഷ്യൻ്റെ വേഷത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കടൽ ദേവതയോട്, കൊടുങ്കാറ്റിനോട്, എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിച്ചാൽ ഞാൻ നിനക്ക് ഇന്ന ദാനം തരാമെന്ന് പറയുകയാണോ ചെയ്തത്? അല്ല. അതോ ആ പടയിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണോ പറഞ്ഞത്? അല്ല. അവൻ എഴുന്നേറ്റ് ആ പടകിൽ നിന്നപ്പോൾ തിരമാലകൾ പൊങ്ങി വരികയാണ്. കാറ്റ് ശക്തമായി അടിക്കുകയാണ്. അവൻ പറഞ്ഞു, കാറ്റേ അടങ്ങുക, സമുദ്രമേ അനങ്ങരുത്. അവൻ്റെ വായിൽ നിന്ന് ഈ ശബ്ദം വന്നപ്പോൾ കാറ്റിനും കടലിനും മനസ്സിലായി ഇത് ഒരു ഗുരുവിൻ്റെ ശബ്ദമല്ല, ഇത് ഒരു നബിയുടെ ശബ്ദമല്ല, ഇതൊരു പ്രവാചകന്റെ ശബ്ദമല്ല. ഈ ശബ്ദം ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, ദൈവം വെള്ളത്തിന്മേൽ നോക്കിക്കൊണ്ട് ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് ഉണങ്ങിയ നിലം പുറപ്പെട്ടു വന്നു. അതാണ് നാം പാർക്കുന്ന ഭൂമി. അതേ ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നതെന്ന് കാറ്റിന് മനസ്സിലായി, സമുദ്രത്തിന് മനസ്സിലായി, തിരമാലയ്ക്ക് മനസ്സിലായി. പൂർണ്ണ ശാന്തതയുണ്ടായി. ഈ പാലായിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ, കാറ്റ് അവനെ തിരിച്ചറിയുന്നു, കടൽ അവനെ തിരിച്ചറിയുന്നു, തിരമാല അവനെ തിരിച്ചറിയുന്നു. പ്രിയ സഹോദരാ, നീ നിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുന്നുവോ? ഇന്ന് രാത്രി നിന്നോട് സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് രാത്രി നിന്റെ സൃഷ്ടാവിനെ നീ തിരിച്ചറിയുമോ?
ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച സമയത്ത് തന്നെ പൂർണ്ണ ശാന്തതയുണ്ടായി. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്, ഇവൻ ആര്? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ മനുഷ്യവേഷത്തിൽ വന്നത് ഒരവതാര പുരുഷനല്ല, ഒരു ഗുരുവല്ല, ഒരു പ്രവാചകനല്ല, നിന്റെയും എൻ്റെയും ദൈവമാണ്. നിന്റെയും എൻ്റെയും പിതാവാണ്. അവൻ സകലരുടെയും ദൈവമാണ്. അവൻ സകലരെയും ആശ്വസിപ്പിക്കുന്നവനാണ്.